നാഗ്പൂരിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ പഴയ സഹപാഠിയും കൂട്ടാളിയും ചേർന്ന് ബലാത്സംഗം ചെയ്ത ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയതായി പരാതി. 24-കാരിയുടെ പരാതിയിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി അയാസും സഹായി അമീൻ ഷേഖുമാണ് പിടിയിലായത്. കേസിലെ 3-ാം പ്രതിയായ ഹസ്രത്ത് മൗലാനയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. 2025 ഫെബ്രുവരി 8-ന് ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ലഹരി കലർന്ന ജ്യൂസ് നൽകി ബോധരഹിതയാക്കിയ ശേഷം യുവതിയെ പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയെ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഏകദേശം 4 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. പീഡനത്തിന് പിന്നാലെ യുവതിയെ മതം മാറ്റാൻ പ്രതികൾ സമ്മർദ്ദം ചെലുത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നു. മെയ് മാസത്തിൽ നാഗ്പൂരിലെ ഒരു വിജനമായ സ്ഥലത്തെത്തിച്ച് മതപരമായ ചടങ്ങുകൾ നടത്തി യുവതിയുടെ മതം മാറ്റം പൂർത്തിയായതായി പ്രതികൾ അവകാശപ്പെട്ടു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നെ വിടൂ എന്ന് കരഞ്ഞു പറയുന്ന യുവതിയുടെ കൈകളിൽ അയാസ് ബലമായി പിടിച്ചുവെച്ച് മതപരമായ മന്ത്രങ്ങൾ ചൊല്ലുന്നതും ചില ചടങ്ങുകൾ നടത്തുന്നതുമാണ് വീഡിയോയിലുള്ളത്.